Dear students, welcome to Learner's World. In this video, I'm going to talk about a film, Eat, Pray, Love, directed by Ryan Murphy. FIUGP MDC B English, introducing travel narratives, Journey Beyond Borders, second semester, Calcutta University. Ryan Murphy is an American television writer, director, and producer. He has received 6 Primetime Emmy Awards, a Tony Award, and 2 Grammy Awards. റയൻ മർഫി ഒരു അമേരിക്കൻ ടെലിവിഷൻ റൈറ്ററാണ്, ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്. അദ്ദേഹത്തിന് 6 Primetime Emmy അവാർഡ് കിട്ടിയിട്ടുണ്ട്, ടോണി അവാർഡ് കിട്ടിയിട്ടുണ്ട്, 2 Grammy അവാർഡ് കിട്ടിയിട്ടുണ്ട്. Summary of Eat, Pray, Love is a 2010 film directed by Ryan Murphy and is based on the best-selling memoir by Elizabeth Gilbert. Eat, Pray, Love എന്ന് പറയുന്നത് 2010 റയൻ മർഫി ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഒരു റൊമാൻറ്റിക് ഫിലിമാണ്. ഇത് എലിസബത്ത് ഗിൽബർട്ടിൻ്റെ ഒരു മെമ്മർ, അതായത് ഒരു ഓർമ്മക്കുറിപ്പ്, അതേ സെയിം ടൈറ്റിലിൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പായിരുന്നു. അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫിലിം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഫിലിം സ്റ്റാറിങ് ജൂലിയ റോബർട്ട് ആസ് എലിസബത്ത് ഗിൽബർട്ട്. അപ്പോൾ ഈ ഫിലിമിൽ സെൻട്രൽ ക്യാരക്ടർ എന്ന് പറയുന്നത് ജൂലിയ റോബർട്ടാണ്. എലിസബത്ത് ഗിൽബർട്ട്, ആ ഒരു ഓർമ്മക്കുറിപ്പിൽ എലിസബത്ത് ഗിൽബർട്ട് ജൂലിയ റോബർട്ടാണ് ഇത് സ്റ്റാർ ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഫിലിമിൽ അഭിനയിച്ചിരിക്കുന്നത്. A woman who embarks on a journey of self-discovery after a painful divorce. അപ്പോൾ ഇതിൽ ലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വുമൻ, അവരെ ഒരു ജേർണി, ഒരു യാത്ര തുടരുകയാണ്. സെൽഫ് ഡിസ്കവറി, അതായത് സ്വയം കണ്ടെത്താൻ വേണ്ടിയിട്ട് അവളൊരു യാത്ര തുടരുകയാണ്. ആഫ്റ്റർ ഹെർ പെയിൻഫുൾ ഡിവോഴ്സ്, അവൾ ഭർത്താവുമായിട്ട് സെപ്പറേറ്റഡ് ആയതിനു ശേഷമാണ് അവൾ യാത്ര തുടരുന്നത്. Alice Gilbert has everything society says should make her happy, a successful career, but she feels lost and unhappy. അപ്പോൾ എലീസ് ഗിൽബർട്ട്, അവൾക്ക് സമൂഹം പറയുന്ന ഒരു സ്ത്രീയെ സന്തോഷിക്കുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ ഘടകങ്ങളും അവൾക്കുണ്ടായിരുന്നു. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ ഉണ്ടായിരുന്നു, ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ അവൾക്കെല്ലാം നഷ്ടപ്പെട്ടു. അതിലെല്ലാം അവൾ അൺഹാപ്പി ആയിരുന്നു. ഷീ ഡിസൈഡ് ടു ടേക്ക് എ ഇയർ ലോങ് ജേർണി ടു ഫൈൻഡ് ഹെർ സെൽഫ്. അങ്ങനെ അവൾ കണ്ടെത്തുകയാണ്, ഒരു ലോങ് ജേർണി നടത്തുകയാണ് അവൾ സ്വയം കണ്ടെത്താൻ വേണ്ടിയിട്ട്. ഷീ സ്റ്റാർട്ട്സ് എ ജേർണി ടു ഇറ്റലി, ഇന്ത്യ ആൻഡ് ബാലി ടു റീഡിസ്കവർ ഹെർ സെൽഫ്. അങ്ങനെ അവൾ യാത്ര തുടരുകയാണ്. ആദ്യം സന്ദർശിച്ചത് ഇറ്റലിയാണ്. അവിടെയാണ് അവൾ ഈറ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത്. പിന്നെ ഇന്ത്യയിലാണ് മെഡിറ്റേഷൻ, പ്രയർ ഒക്കെ ചെയ്യുന്നത്. ദെൻ ബാലിയിലാണ് അവൾ ലവ് കണ്ടെത്തുന്നത്. ഇതൊക്കെ അവളെ തന്നെ റീഡിസ്കവർ ചെയ്യാനായിരുന്നു. ഷീ ട്രാവൽസ് ടു ഇറ്റലി വേർ ഷീ എൻജോയ്സ് ഡെലിഷ്യസ് ഫുഡ്, ലേൺസ് ലാംഗ്വേജ് ആൻഡ് എംബ്രേസസ് ദ ജോയ് ഓഫ് ലിവിങ്. അങ്ങനെ ഇറ്റലിയിൽ ഉള്ള ആ ഒരു യാത്രയിൽ അവൾ എൻജോയ് ചെയ്തത് ഡെലീഷ്യസ് ഫുഡാണ്. അതുപോലെ അവിടുത്തെ ലാംഗ്വേജ് ലേൺ ചെയ്തു, അവിടുത്തെ ആ ഒരു ജീവിത രീതി ഒക്കെ അവൾ പഠിച്ചു. ഷീ ലേൺസ് ഇറ്റാലിയൻ ആൻഡ് മേക്സ് ഫ്രണ്ട്സ് ഇൻക്ലൂഡിങ് എ സ്വീഡിഷ് വുമൻ സോഫി. അങ്ങനെ ഇറ്റാലിയൻ അവൾ പഠിച്ചു, ആ ഒരു ലാംഗ്വേജ് അവൾ പഠിച്ചു. അതുപോലെ അവൾ ഒരുപാട് ഫ്രണ്ട്സിനെ അവൾ അവിടുന്ന് സമ്പാദിച്ചു. അതിലുള്ളതായിരുന്നു ഒരു സ്വീഡിഷ് വുമൻ സോഫി. എൻജോയ് പാസ്ത, വൈൻ ആൻഡ് ജെലാറ്റോ വിത്തൗട്ട് വറിയിങ് അബൌട്ട് വെയ്റ്റ്. അങ്ങനെ പാസ്ത, വൈനാണ് കേട്ടോ, അത് സ്പെല്ലിംഗ് മിസ്റ്റേക്കാണ്, സോറി. അതുപോലെ ജെലാറ്റോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൾ എൻജോയ് ചെയ്തു, ഈ ഒരു ഡെലിഷ്യസ് ഫുഡൊക്കെ. വിത്തൗട്ട് വറിയിങ് അബൌട്ട് വെയ്റ്റ്, അതായത് വെയ്റ്റ് കൂടുന്നുള്ള പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഷീ ഓവർകംസ് ലോൺലിനെസ് ബൈ എംബ്രേസിങ് സെൽഫ് ലവ് ആൻഡ് സിമ്പിൾ പ്ലഷേഴ്സ്. അങ്ങനെ അവളുടെ ആ ഒരു ഏകാന്തത അവൾ ഓവർകം ചെയ്തത് സ്വയം സ്നേഹിച്ചുകൊണ്ടാണ്, അതുപോലെ ചെറിയ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്തിക്കൊണ്ടാണ്. വിസിറ്റ് നേപ്പിൾസ് ആൻഡ് എൻജോയ് ദ ഫേമസ് ഇറ്റാലിയൻ പിസ്സ. നേപ്പിൾസ് സന്ദർശിച്ചു, അവിടെ ഫേമസ് ആയിട്ടുള്ള ഇറ്റാലിയൻ പിസ്സ എൻജോയ് ചെയ്തു. ഇൻ ഇന്ത്യ ഷീ സ്റ്റേസ് അറ്റ് ആൻ ആശ്രം പ്രാക്ടീസിങ് മെഡിറ്റേഷൻ ആൻഡ് സെൽഫ് റിഫ്ലക്ഷൻ ടു ഹീൽ ഇമോഷണലി. അപ്പോൾ ഇന്ത്യയിലേക്കുള്ള യാത്രയിൽ ഫുൾ പ്രയർ, മെഡിറ്റേഷനായിരുന്നു. അവിടെ
ഒരു ആശ്രമത്തിലാണ് അവർ താമസിച്ചത്. അവിടെയാണ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തത്. അതായത് ഇമോഷണലി ഈ ഒരു ഡിവോഴ്സിന് ഒരു പെയിൻഫുൾ ഡിവോഴ്സായിരുന്നു. അപ്പോൾ ഇമോഷണലി ഹീൽ ചെയ്യാൻ ബെസ്റ്റായിട്ടുള്ള ഒരു പ്ലേസായിരുന്നു ആ ഒരു ആശ്രമം. ഷി മീറ്റ്സ് റിച്ചാർഡ് ഫ്രം ടെക്സാസ് ഹു ഹെൽപ്സ് ഹർ അണ്ടർസ്റ്റാൻഡ് സെൽഫ് ഫോർഗിവ്നെസ്. അങ്ങനെ അവിടെ വെച്ചിട്ടാണ് റിച്ചാർഡ് ഫ്രം ടെക്സാസിനെ കാണുന്നത്, മീറ്റ് ചെയ്യുന്നത്. അവർ സെൽഫ് ഫോർഗിവ്നെസ് ഒക്കെ മനസ്സിലാക്കി കൊടുത്തു. ഷി ലേൺസ് ഇമ്പോർട്ടൻസ് ഓഫ് ലെറ്റിംഗ് ഗോ ഓഫ് പാസ്റ്റ് റിഗ്രറ്റ്സ് ഇൻക്ലൂഡിങ് ഹർ ഫെയിൽഡ് മാരേജ്. അതുപോലെ അവൾ പഠിച്ചു പാസ്റ്റ് റിഗ്രറ്റ്സുകൾ, അതായത് കുറ്റബോധങ്ങളൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, അതിനെക്കുറിച്ച് ഓർക്കരുത്. അവളുടെ ഫെയിൽഡ് മാരേജിൽ ഒരുപാട് റിഗ്രറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതിനൊക്കെ വെറുതെ വിടുക, അതൊക്കെ വിട്ടിട്ട് ലൈഫ് ഫുള്ളസ്റ്റ് എൻജോയ് ചെയ്യുക എന്നുള്ളതിന് ഇമ്പോർട്ടൻസ് അവിടെ വെച്ചിട്ടാണ് പഠിച്ചത്. ആൽസോ എ യങ് ഗേൾ അറ്റ് ആശ്രം ഹൂ ഈസ് ഫോഴ്സ്ഡ് ഇൻ ടു അൻ അറേഞ്ച്ഡ് മാരേജ്. അവിടെ ആശ്രമത്തിൽ ഒരു യങ് ഗേൾ ഉണ്ടായിരുന്നു, അവളെ അറേഞ്ച്ഡ് മാരേജിന് ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവളെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇൻ ബാലി ഷി മീറ്റ്സ് എ വൈസ് ഹീലർ ആൻഡ് ലേൺസ് ടു ബാലൻസ് ഹാപ്പിനെസ് ആൻഡ് സ്പിരിച്വാലിറ്റി. അങ്ങനെ ബാലിയിലേക്കുള്ള യാത്രയിൽ അവളൊരു വൈസ് ഹീലറെ കണ്ടെത്തി. അവിടെ നിന്നാണ് ഹാപ്പിനെസ് സ്പിരിച്വാലിറ്റിയും എങ്ങനെ ബാലൻസ് ചെയ്യാം എന്നുള്ളത് പഠിച്ചത്. ഷി ഫാൾസ് ഇൻ ലവ് വിത്ത് ഫിലിപ്പ്, എ കൈൻഡ് ഹാർട്ടഡ് മാൻ. അപ്പോൾ വളരെ ദയാലുവായിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു ഫിലിപ്പ്. അയാളുമായിട്ട് അവൾ ഇഷ്ടത്തിലാകുന്നുണ്ട്, പ്രണയത്തിലാകുന്നുണ്ട്. മൈസ് ഫ്രണ്ട്സ് വിത്ത് വയാൻ ആൻഡ് ഹെൽപ്പ് ഹെർ ബൈ എ ഹൗസ്. അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. അതിലൊരാളായിരുന്നു വയാൻ. അപ്പോൾ ഈ വയാനാണ് വീടൊക്കെ വാങ്ങാൻ ഹെൽപ്പ് ചെയ്തത്. ഷി എംബ്രേസസ് ലവ് വിത്ത് ഫിലിപ്പ്, റിയലൈസിങ് ദാറ്റ് ലവ് ഈസ് ഓൾസോ എ പാർട്ട് ഓഫ് ബാലൻസ്. അങ്ങനെ അവൾ ഫിലിപ്പുമായിട്ടുള്ള ആ ഒരു സ്നേഹബന്ധത്തിൽ, ആ ഒരു പ്രണയത്തിൽ അവൾ റിയലൈസ് ചെയ്തു ലവ് എന്ന് പറയുന്നത് ജീവിതം ബാലൻസ് ചെയ്യാൻ ഉള്ളൊരു പോർഷനാണ്, ഒരു പാർട്ട് ഓഫ് ബാലൻസാണ് ലവ് എന്ന് പറയുന്നത് എന്നുള്ളത് റിയലൈസ് ചെയ്തു. ദിസ് ജേർണി ടീച്ചേഴ്സ് ഹർ ടു എംബ്രൈസ് ലൈഫ് ഫുള്ളി, എൻജോയിങ് പ്ലഷർ, പ്രാക്ടീസിങ് സ്പിരിച്വാലിറ്റി ആൻഡ് അലവിങ് ഹെർസെൽഫ് ടു ലവ് അഗെയിൻ. അപ്പോൾ അവരുടെ ആ ഒരു ജേർണി അവളെ പഠിപ്പിച്ചത് ലൈഫ് ഫുള്ളസ്റ്റായിട്ട് എൻജോയ് ചെയ്യുക, പ്ലഷർ എൻജോയ് ചെയ്യുക, സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, അതുപോലെ വീണ്ടും ഒരു പ്രണയം കൂടെ ആസ്വദിക്കുക. അപ്പോൾ ദ എൻഡ് ഓഫ് എ ജേർണി ലിസ് ഫൈൻഡ്സ് ഇന്നർ പീസ് ആൻഡ് എ വ്യൂ എ ന്യൂ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ലവ് ആൻഡ് ലൈഫ്. അങ്ങനെ ഈ ഒരു ജേർണിയുടെ അവസാനത്തിൽ ലിസ് കണ്ടെത്തുകയാണ് ഒരു ഇന്നർ പീസ്, ഒരു ഉള്ളിലൊരു സമാധാനം കണ്ടെത്തുന്നുണ്ട്. അതുപോലെ ലവ് ആൻഡ് ലൈഫ് എന്താണെന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു പുതിയ അണ്ടർസ്റ്റാൻഡിങ് കൂടെ അവൾ